കാര്യം പറയട്ടെ എന്നോട്. എല്ലാ ഒരു കാര്യം പറയട്ടെ. അതിനെ ഞാൻ വിളിച്ചിനി. അത്ര വലിയ കാര്യ? അതെന്താ അത്ര വലിയൊരു കാര്യം? പറ കേക്കട്ടെ. അതേ, എന്റെ വീട്ടില് ഈ വാർപ്പിന് പലിയടിക്കുന്നുണ്ടേ. വാർക്കാനേ. ഇനി പലിയടിക്കാൻ എന്റെ പയ്യന്മാരാണ് വീട്ടിൽ വന്നത്. അപ്പൊ പിന്നെ അതിലൊരു പയ്യനില്ലേ, എന്നോട് കുറച്ചൊരു എന്തോ ഒരു ഇഷ്ടം പോലെ ഉണ്ടേ. അപ്പൊ അത് ഓനിങ്ങനെ എന്നെ നോക്കും ചിരിക്കും അങ്ങനെയെല്ലാം ചെയ്യേ. പയ്യൻ പിന്നെ അത്ര ഇതൊന്നുമില്ല. മലയാളി തന്നെ, ചെറിയ പയ്യന്മാരാ. അപ്പൊ കുറച്ചു ദിവസം, 3-4 ദിവസം കഴിഞ്ഞാലും ഒരു ആ പയ്യനില്ലേ എന്നോട് ചിരിക്കുകയെല്ലാം ചെയ്യുന്നേ, ആ പയ്യൻ എന്നോട് ചോദിച്ച് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചേ. അപ്പൊ ഞാൻ വിചാരിച്ചു, എനക്കാദ്യം മനസ്സിലായില്ല താല്പര്യം ഉണ്ടോ ചോദിച്ചെന്നൊന്നും. അപ്പൊ ഞാൻ ചോദിച്ചെന്ത് താല്പര്യം എന്നാന്ന് ചോദിച്ചു. അങ്ങനെ അവൻ പറഞ്ഞ് എന്റെ ചേച്ചി എനിക്ക് കളിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അത് കേട്ടപ്പോ എനക്കൊരു, അവനെ കണ്ടപ്പോഴേ നല്ലുണ്ട്. പിന്നെ ഇങ്ങോട്ട് ചോദിച്ചല്ലേ. അപ്പൊ ആരും ഇല്ലാതെ ഒരു ദിവസം അമ്മ ഒരു കടയിൽ പോയി. അപ്പൊ അവനോട് ചോദിച്ചപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ നമ്മള് ഇത് മറ്റേ ഇങ്ങനെ നോക്കും പുറത്തെല്ലാം ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവനറിയോ? അവനറിയാം. അവന് ഇനി ഇതിലൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല, അതൊന്നറിയില്ല. ഇവന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നമ്മള് കളിച്ച് ഇതിങ്ങനെ ഞാൻ കൊറേ ദിവസം പിന്നെ ഇങ്ങനെ പണിയില്ലേ. അപ്പൊ അമ്മയില്ലാതെ സമയമില്ല, ഇങ്ങനെ ഞാൻ ഒറ്റക്കുള്ളപ്പോ അല്ല നമ്മള് ഇങ്ങനെയുണ്ട്. അത് നോക്കുമ്പോ ഇപ്പൊ ആ പണിയെല്ലാം കഴിഞ്ഞ് പയ്യനങ്ങ് പോയി. ഇപ്പൊ നോക്കുമ്പോ എനക്ക് അതില്ലാണ്ട് പറ്റുന്നില്ല. ആദ്യായിട്ട് തന്നെയാണ്. 3-4 തവണ ആയപ്പോ തന്നെ പിന്നെ ഇത് പിന്നെ എനക്കതില്ലാണ്ട് പറ്റില്ല എന്നൊരു തോന്നല്. പയ്യനായിട്ട് 3-4 തവണ ചെയ്തോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. എനിക്ക് സമ്മതാണെങ്കിൽ, എനിക്ക് ഇങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ വരുമോന്നറിയാന്. താല്പര്യം ഉണ്ടെങ്കിൽ വരുമോന്നറിയാനാണോ ഇത്രയും വളച്ചു കെട്ടി കാര്യങ്ങൾ ചോദിച്ചത്? പറയണ്ടേ, ഈ പയ്യൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അന്നേരം എന്നെ വിളിച്ച് പറയായിരുന്നില്ലേ? ഇപ്പൊ താല്പര്യമുണ്ടോ? താല്പര്യം കുറവൊന്നുമില്ല. പക്ഷെ വരാൻ പറ്റുമോ? എവിടെ വരും? എവിടെ വരണം? അവിടെ വരണമോ? എന്റെ വീട്ടിൽ വന്നാ മതി. എങ്ങനെ വീട്ടിൽ വരുവാ? വീട്ടില് ഞാനേ പിന്നെ അമ്മയില്ലാതപ്പോ വിളിച്ചപ്പോരെ. വിളിച്ചാ മതി. എനിക്ക് ശരിയാവുന്നില്ല. പണിയൊക്കെ കഴിഞ്ഞിട്ട് ആള് പോയോ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവൻ എല്ലാം പണിയും തീർന്നു പോയി. അവൻ വിളിച്ചാറൊന്നുമില്ലേ? അങ്ങനെ ഇപ്പൊ വിളിക്കല്, അങ്ങനെ നമ്മള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊന്നുമില്ലല്ലോ. പരിപാടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം.
എനിക്കതില്ലാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇല്ലാന്ന്. സമ്മതക്കുറവൊന്നുമില്ല. ലാസ്റ്റ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ അവനിപ്പം വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടായത്? അല്ല, അപ്പൊ അവനുമായിട്ട് നീ ആദ്യമായിട്ട് ഈ ഒരു സംഭവത്തില് ഇടപെടുന്നത്? അതേ. എന്നാ പിന്നെ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ എന്നോടൊന്ന് പറയായിരുന്നില്ലേ? എനിക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊന്നും എനിക്കൊരു താല്പര്യവും ഒന്നുമില്ല. അവനായിട്ടുണ്ടാക്കിയ താല്പര്യ. അത് ഒറ്റക്ക് വീട്ടിലുണ്ടാവുമ്പോ ഒരാളിങ്ങനെ ചോദിക്കുമ്പോ നമ്മള് എന്തായാലും ഒന്നും അങ്ങനെയൊന്നും ഇല്ലാതെ ഒരാള് എന്തായാലും സമ്മതിച്ചു പോവില്ലേ? എനിക്കിതിനെ പറ്റി ആദ്യമേ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന. ഇതെല്ലാം അറിയാം. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളുമായിട്ട് കളിക്കുന്നത്. അപ്പൊ ഞാൻ വരുമ്പോ നിന്റെ അമ്മയാ എപ്പോഴും നിന്റെ അമ്മ ഇത് അറിഞ്ഞാലെന്താ ചെയ്യാ? അമ്മയൊന്നും അറിയില്ലാന്നേ. കുഴപ്പമില്ല, ഞാൻ എപ്പോഴാ വരുന്നത് നീ കറക്റ്റായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അമ്മയില്ലാത്ത സമയം ഞാൻ വിളിക്കാം. അവിടെ നിന്റെ വീടിന്റെ പരിസരത്തൊന്നും ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് കറക്റ്റ് വീടറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീടും ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ആ പയ്യെ വന്നിട്ട് പോയത്? അവന്റെ ഭാഗ്യം വേണം പറയാലോ. ഭാഗ്യം കിട്ടിയെന്ന് ചോദിച്ചാല് ഞാൻ വരാൻ റെഡിയാണ്. എപ്പോഴാണെന്ന് നീ കറക്റ്റ് എൻ്റെ അടുത്ത് പറ. അപ്പൊ അത് എല്ലാ പകലിനല്ലേ രാത്രി ഇപ്പൊ വിളിക്കുന്നേ? രാത്രി ഉണ്ടോ? പകലുണ്ട്. പകലുണ്ട്. നീ വിളിക്കുന്നയും നിന്റെ വിളിയും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇരിക്കാന്ന്. പിന്നെ ഞാൻ വിളിക്കാം. എന്തായാലും വേറെ പ്രശ്നമൊന്നും കാണത്തില്ലല്ലോ. പ്രശ്നമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ ഞാൻ നോക്കും. പയ്യ 3-4 തവണ ചെയ്തിട്ട് നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് 3-4 തവണ എന്ന് പറഞ്ഞാല് ഒരു ദിവസമല്ലല്ലോ, പല തവണയായിട്ടല്ലേ. തവണയായിട്ട് ചെയ്യുമ്പോ ഇതിന് വേറെ ചെറിയ നിങ്ങള് ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണോ ചെയ്തത്? അതൊക്കെ അവനറിയാം. ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അത് നോക്കാം. വിളിക്കുന്നാലും നോക്കിട്ടെ.